കഴിഞ്ഞ ദിവസം ജോൺസേട്ടൻ നമ്മൾ തമ്മിൽ നടത്തിയ അഭിമുഖത്തില് അതിന് നല്ല അഭിപ്രായമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ജോൺസേട്ടൻ ഇന്ന് എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം, മതം, ദൈവശാസ്ത്രം, മനഃശാസ്ത്രം തുടങ്ങി ജോൺസേട്ടൻ കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല. അപ്പൊ നമുക്കിന്ന് ഒരു പുതിയ വിഷയം എന്നുള്ളതല്ല, എല്ലാവർക്കും ആവശ്യമുള്ളൊരു വിഷയം ദൈവം എന്ന വിഷയത്തെ കുറിച്ച് ഒരു ചർച്ച നടത്തുകയാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്താണ് ദൈവം, അല്ലെങ്കിൽ ആരാണ് ദൈവം, എന്തിനാണ് ദൈവം? ഇതാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് ജോൺസേട്ടന്റെ അഭിപ്രായങ്ങൾ എന്താണ്? എന്താണ് ദൈവം? എന്താണ് ദൈവം? ആരാണ് ദൈവം? ആരാണ് ദൈവം? എന്തിനാണ് ദൈവം? ദൈവം എന്തിനാണ്? അതെ, അങ്ങനെ 3 കാര്യങ്ങളാണ്. ആരാണ്, എന്താണ്, എന്തിനാണ്. ഓക്കെ, ശരി. അപ്പോ എന്താണ് ദൈവം, എന്തിനാണ് ദൈവം, എന്തുകൊണ്ട്, എന്താണ് പ്രയോജനം, ഇതൊക്കെയാണ്. അല്ല, പ്രയോജനം എന്നുള്ളതല്ല, എന്താണ് ദൈവം, എന്തിനാണ് ദൈവം, ആരാണ് ദൈവം. ഓക്കെ, ഇപ്പൊ നമ്മള് ഇന്നത്തെ ആധുനിക ലോകത്തിലെ കണ്ടമാനം നമ്മളെല്ലാ മേഖലയിലും വളർച്ച വന്ന ഒരു സമൂഹമാണല്ലോ. ഇപ്പൊ നമ്മൾ ആൻഡമാൻ നിക്കോബർ ദ്വീപ് ഇല്ലേ, അവിടെ ഒരു ദ്വീപില് എന്താ പറയാ, ഒരു വളർച്ചയില്ലാത്ത സമൂഹമുണ്ട്. അവർക്ക് ദൈവം എന്താണെന്നറിയില്ല, ദൈവം എന്തിനാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു ജനവിഭാഗത്തെ പറ്റി ഈ നെൽസൺ കേട്ടിട്ടുണ്ടോ? ആൻഡമാൻ നിക്കോബർ ദ്വീപിൽ അതൊക്കെ കേട്ടിട്ടുണ്ട്. അവരിപ്പോഴും അപരിഷ്കൃതരായി ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ജോൺസേട്ടൻ, അവർക്കാണ് നമ്മളെക്കാളും വലിയ ദൈവമുള്ളത്. അവർക്ക് ദൈവമുണ്ട്. ദൈവം പരിഷ്കാരത്തിന്റെ മാത്രം ഭാഗമല്ല, അപരിഷ്കൃതർക്കും ദൈവമുണ്ട്. വിഡ്ഢിക്കും മണ്ടനും ദൈവമുണ്ട്, ബുദ്ധിമാനും ദൈവമുണ്ട്. ദൈവം ലോകത്തിലെ ഏതാണ്ട് എല്ലാ വിഭാഗം മനുഷ്യരിലും ദൈവമുണ്ട്. എങ്ങനെ ഈ ദൈവം എല്ലാ വിഭാഗം മനുഷ്യരിലും കടന്നു വന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അത് എന്തുകൊണ്ടാണ്? മനുഷ്യരിൽ മാത്രമുള്ളതാണ് ദൈവം. ഇതര മൃഗങ്ങളിലോ അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റൊരു ജീവജാലങ്ങളിലും ദൈവമില്ല. മനുഷ്യൻ മാത്രമാണ് ദൈവമുള്ളൂ. അപ്പൊ എങ്ങനെ മനുഷ്യന് മാത്രം ദൈവം വന്നു? അത് എന്തുകൊണ്ടാണ് അതിന് കാരണം? ഇപ്പോ അത് എൻ്റെ ഒരു വ്യൂ പറയാം. നമ്മളിപ്പോ ഈ പ്രകൃതി, പ്രപഞ്ചം ഇതൊക്കെ ഓൾറെഡി റണ്ണിങ്ങില് ഉണ്ട്. അതിൽ കോടാനുകോടി എന്താ പറയാ, സസ്യങ്ങള്, മൃഗങ്ങള്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ മനുഷ്യൻ, ഇന്നത്തെ ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ശരിക്കും വന്നാൽ, ഇന്നത്തെ ചിന്താശേഷിയുള്ള മനുഷ്യൻ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഇല്ല. അല്ല, ചിന്താശേഷിയുടെ കാര്യത്തിലെന്ന് പറയണേ, നമുക്ക് ഈ ലോകം എത്ര കാലം മുൻപ് ഉണ്ടായിരുന്നോ, എത്ര തലമുറകള് ഇവിടെ കടന്നുപോയെന്നോ ആർക്കും പറയാനാവില്ല. ശാസ്ത്രം ഒരു കണക്കൊക്കെ പറയുന്നുണ്ട് മനുഷ്യനുണ്ടായതിനെ. അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ട കണക്കല്ല. ഇപ്പൊ ആഫ്രിക്കയിലാണ് മനുഷ്യൻ ഉത്ഭവിച്ചതെന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് ഇത്ര വർഷങ്ങളായിട്ടാണ് 3 ലക്ഷം എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷത്തിന്റെ കണക്കൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയും? അതൊരു നിശ്ചയമല്ല. അതല്ല വിഷയം. ഞാൻ പറയുന്നത് ആധുനിക മനുഷ്യൻ ഞാൻ പറഞ്ഞല്ലോ. ഏത് എന്താ ആധുനിക മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധം? അല്ലെങ്കിൽ നമ്മൾ കോടാനുകോടി മൃഗങ്ങളുണ്ടല്ലോ, ഈ മൃഗങ്ങളും നമ്മളിപ്പോ കണ്ടമാനം കുരങ്ങിൽ നിന്ന് കുരങ്ങിൽ നിന്ന് പരിണമിച്ചതാണെന്നുള്ളത് ശാസ്ത്രം പറയുന്നു. അതിന് ഇത്ര കാലം ഉണ്ടെന്ന് അവർ പറയുന്നു. ആ കാലമൊക്കെ നമ്മൾ അവിടെ നിർത്തി. ഇതല്ല പോയിന്റ്. ആധുനിക മനുഷ്യനെ സൃഷ്ടിച്ചുള്ള ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ആധുനിക മനുഷ്യൻ അപ്പൊ പുരാതന മനുഷ്യനെ ദൈവമല്ലേ സൃഷ്ടിച്ചേ? ആദ്യ മനുഷ്യനെ ദൈവം. എക്സാമ്പിൾ അതിന്റെ എനിക്ക് തോന്നുന്നൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു വീട് വെച്ചു. എനിക്ക് തോന്നുന്ന കാര്യം, നമ്മളൊരു വീട് വെച്ചു, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയ വസ്തു നമ്മൾ എന്ത് ചെയ്യും, ആർക്കെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെയുണ്ട് വീട്? നമ്മൾ നോക്കി ഒരു വീട് വെച്ച് 4 ആളെ വിളിക്കും. അപ്പൊ നമ്മൾ നല്ലൊരു ഷർട്ട് എടുത്ത് എന്തുണ്ടെങ്കിലും നമ്മള് ഒരാള് അംഗീകാരം അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ടത് ആവശ്യമാണ്. അപ്പോ ദൈവം എന്ന് പറഞ്ഞാൽ അഭിപ്രായം കൊണ്ടല്ല ദൈവം ഉണ്ടാവുന്നത്. ദൈവം എന്ന് പറയുന്നത് മനുഷ്യന്റെ അഹംബോധത്തിൽ ഉണ്ടാകുന്നതാണോ അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്നതാണോ? അതായത് അവന്റെ ആത്മാവിൽ തന്നെ ദൈവമുണ്ടോ, അല്ലെങ്കിൽ അവൻ ബാഹികമായിട്ടാണോ അവന് ദൈവം വന്നത്? അതായത് മതങ്ങളിലൂടെയാണോ ദൈവം വന്നത്? മതം ഇല്ലെങ്കിലും ഒരു വ്യക്തിയിൽ ദൈവം ഉണ്ടാവുമോ? ദൈവമുണ്ട്. ഇല്ലേ? അപ്പൊ ദൈവം ഇല്ലാത്ത ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടോ?
അങ്ങനെ ഒരു ഒരാളുകളെ പറയാം യുക്തിവാദികൾ, നിരീശ്വരവാദികൾ. നമ്മളെ വിവേചന ബുദ്ധി വകതിരിവെന്നൊരു വസ്തു നമ്മള് മൃഗങ്ങളുണ്ടല്ലോ, ഈ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്ന് പറഞ്ഞാൽ വിവേചിച്ചറിയാനുള്ള അല്ല അതില്ല, അത് നമുക്കറിയാലോ, അതൊക്കെ നമുക്കറിയാലോ. എന്താണ് മൃഗം, എന്താണ് മനുഷ്യൻ എന്നുള്ളതൊക്കെ നമുക്കറിയാലോ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിവേചന ശേഷിയുള്ളതാണ് മനുഷ്യൻ. മനുഷ്യനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മനുഷ്യനിലുള്ളത് മനസ്സാണ്. ഈ മനസ്സ് ഇതര മൃഗജാതികളിൽ ഒന്നുമില്ല. അവർക്ക് നിശ്ചിതമായ ബുദ്ധി മാത്രമേ ഉള്ളൂ. വികസിപ്പിക്കാവുന്ന ബുദ്ധി പോലും മൃഗങ്ങൾക്കില്ല. മനുഷ്യന് മാത്രമാണ് വികസിപ്പിക്കാവുന്ന ബുദ്ധിയും ബോധവും ഉള്ളത്. അങ്ങനെ അതിനെയാണ് നമ്മൾ അഹംബോധം എന്ന് പറയുന്നത്. മനുഷ്യനിലുള്ള ബോധത്തിനെയാണ് അഹംബോധം എന്ന് പറയുന്നത്. അപ്പൊ അഹംബോധം ആണോ ദൈവത്തിന് കാരണം, അല്ലെങ്കിൽ മതങ്ങളാണോ ദൈവത്തിന് കാരണം? ദൈവം പിന്നീട് വരുന്നതാണോ, അത് ജനിച്ചതിന് ശേഷമാണോ ദൈവം മനുഷ്യൻ വരുന്നത്, അല്ലെങ്കിൽ ജന്മസിദ്ധമായി തന്നെ മനുഷ്യന്റെ അഹംബോധത്തിൽ തന്നെ ദൈവമുണ്ടോ? അതാണ് ചോദ്യം. എനിക്ക് തോന്നുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അതെ അതെ, അത് പറയണോ. അത് ജോൺസേട്ടന് ഇപ്പൊ നമ്മളൊരു ചർച്ചയാണ് നടത്തുന്നത്. ജോൺസേനെ സംബന്ധിച്ച് ദൈവം ആരാണ്? ദൈവം ആരാണ്? എന്റെ അറിവില് എനിക്ക് മനസ്സിലാക്കാൻ സ്വന്തം ഹൃദയത്തില് എനിക്ക് തോന്നുന്നത്, എന്റെ വികാരം ഞാൻ പറയാൻ പറ്റില്ല. എന്റെ വികാരത്തില് നമ്മളിപ്പോ ഒരു വീട് വെച്ചാൽ നമ്മളൊരു വീട് 4 ആൾക്ക് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ പോലെ എന്റെ അഭിപ്രായത്തിൽ ദൈവം ആണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചുള്ള, ഈ പ്രകൃതി സൃഷ്ടിച്ചുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല, ഇത് കേക്ക്, അതിന്റെ കാരണം പറഞ്ഞതാണ്. അപ്പോ ഞാനിപ്പോ ഒരു വീട് വെച്ചാൽ ആ സാധനം ഞാൻ 4 ആൾക്ക് എങ്ങനെയുണ്ടെന്ന് ഒരു അഭിപ്രായം. അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തിന് ഈ മൃഗങ്ങളുണ്ട്, കണ്ടമാനം സസ്യജാലങ്ങൾ, കുന്നും പർവ്വതങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട് ഈ ഭൂമി എന്ന് ചോദിച്ചാൽ അതിനറിയില്ല. അപ്പൊ ദൈവം എന്ത് ചെയ്തു? അല്ലല്ല, അപ്പൊ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്വന്തം ദൈവം എന്ത് ചെയ്തു ചോദ്യം നടന്നിട്ടെ. ദൈവം എന്ത് ചെയ്തു ചോദ്യം. ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരാളായിട്ടാണ് ജോൺസൺ കാണുന്നത്. തീർച്ചയായിട്ടും അല്ലെ? എന്നാൽ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? അത് നെൽസന്റെ അറിവ് വെച്ചത് ശരിയായിരിക്കും. എന്റെ അറിവ് വെച്ച് ഞാൻ കാണുന്നത്, എന്റെ അറിവ് വെച്ചല്ല, എന്റെ അറിവിലുള്ള അഹംബോധമുള്ള, ഞാനെന്ന ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. ദൈവമാണ് സൃഷ്ടി. ഈ പ്രപഞ്ചം സൃഷ്ടിയല്ല, പ്രപഞ്ചം സൃഷ്ടിച്ചതല്ല. അതിവിടെ എന്നുള്ളതാണ്. അതങ്ങനെ ഉണ്ടാവില്ല. അല്ല, അത് അവിടെ എന്നുള്ളതാണ്. എന്നുള്ളത് അങ്ങനെ പിന്നെ ചോദിക്കേണ്ട. അല്ല, അതെന്താ കാരണം വെച്ചാലേ നമുക്കൊരു എക്സാമ്പിള്, ഇപ്പൊ നമ്മൾ ഈ ഭൂമി മാത്രല്ല, കോടാനുകോടി ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, കാര്യങ്ങളെല്ലാം അത് ജോൺസൺ അറിയുന്ന പോലെ എനിക്കും അറിയാം, സമൂഹത്തിനറിയാം. അതുകൊണ്ട് ഗ്രഹങ്ങളുണ്ട്. ഇതിന്റെ ആ സിസ്റ്റം വർക്കിംഗ് കണ്ടീഷൻ വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ, ഒരാള് അത് ഓപ്പറേഷൻ ചെയ്യാതെ ഇതുപോലെ വേണ്ട, ഒരു ഓപ്പറേഷനോട് കൂടി അല്ലാതെ നടക്കുന്നത്. ഇതൊക്കെ തനിയെ നടക്കുന്നതാണ്. അതായത് സ്വയം വൃത്തിക്കുന്നതാണ് പ്രപഞ്ചം. അതിന്റെ യഥാർത്ഥ ഉത്തരം എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ദൈവം സൃഷ്ടിച്ചതല്ല. ദൈവത്തിന്റെ സൃഷ്ടി കൊണ്ടോ ദൈവത്തിന്റെ കഴിവ് കൊണ്ടോ അങ്ങനെ ഒന്നില്ല. ദൈവം എന്ന് പറയാൻ എന്താ? അത് പറയേ. ഈ പ്രപഞ്ചം സ്വയം വൃത്തിക്കുന്നതാണ്. സ്വയം പ്രവർത്തിക്കല്ല ചെയ്യുന്നത്, ആരും പ്രവർത്തിപ്പിക്കുന്നില്ല. ഇവിടെ എന്തൊരു സംഭവം, നമ്മുടെ മുന്നിൽ എന്തൊരു സംഭവം അറിയോ? ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മള് ജീവിച്ചു പോന്നു. അല്ല, വർത്തമാന കാലഘട്ടത്തിൽ ഇത് കേക്ക്, ഈ പ്രപഞ്ചം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളോട് ജനിച്ചു പോയി ഇല്ലേ? ഇനി ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ ജീവിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ചെയ്തോ? ഇത് വിട്ടിട്ട് ദൈവം എന്തിന് ഉള്ളിൽ സൂക്ഷിച്ചു? എന്തിനാണ് ദൈവത്തെ ഉള്ളിൽ സൂക്ഷിക്കുന്നത്? അവിടെയാണ് ചോദ്യം. നമുക്ക് അത് മതങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ടാണോ ദൈവത്തെ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണോ? അത് ആ ഒരു ചോദ്യത്തിൽ തരതാ. ഇത് ഉള്ളിന്റെ ഉള്ളിലുള്ളതാണോ, അല്ലെങ്കിൽ മതങ്ങളാണോ നമുക്കത് കോരി ഒഴിച്ചു തന്നത് ഈ ദൈവത്തെ? അതല്ല, മതങ്ങളല്ലല്ലോ. നമ്മൾ ഓരോ കാലം പോട്ടെ, കാലം ഒന്നുകൂടെ പറയണ്ട. ജോൺസന്റെ മനസ്സില്, അല്ലെങ്കിൽ ബോധത്തില്, അല്ലെങ്കിൽ ആ ഉണ്മയിൽ എന്ന് പറയും, മനസ്സിലായ ആ ഉള്ളിന്റെ ഉള്ളില്, ജോൺസന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദൈവമുണ്ട് ഇല്ലേ? ഈ ദൈവം കടന്നു വന്നത് ഏത് വിധേനയാണെന്നുള്ളതാണ് ചോദ്യം. മതങ്ങളിലൂടെയാണോ? ഇപ്പൊ നമ്മളൊരു കൊച്ചുകുട്ടി, ഉദാഹരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഉദാഹരണം ഒന്നും പറയണ്ട. അതങ്ങനെ ഞാൻ ഒരു കാര്യം ഒരു മിനിറ്റ് ഈ പ്രപഞ്ചം ഒരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇവിടെ ഈ ജീവൻ എങ്ങനെ ഉണ്ടായത്? ജീവൻ ഇവിടെ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ അതിനാണ് ആദ്യം പറഞ്ഞത്. പ്രപഞ്ചം വൃത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞാല് സ്വയം അത് രൂപാന്തരപ്പെടുന്നതാണ്. അതിന് എന്തൊരു തെളിവ്? എന്തൊരു തെളിവ്? സ്വയം അല്ലല്ല, അത് അങ്ങനെ ഒരു സാധനം സ്വയം ഉണ്ടാക്കിയ ഒരു കാര്യം ചെയ്യും. അല്ല, ഒരു എക്സാമ്പിൾ അല്ലല്ല, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു തെളിവ് വേണം. അല്ല, മനുഷ്യനല്ല. അല്ലല്ല, ഈ തെളിവ് ചോദിക്കുന്നത് നമുക്കേ
നമുക്കൊരു എക്സാമ്പിൾ ഇപ്പൊ ഈ മൊബൈൽ ഉണ്ടാക്കി ഇല്ലേ, ഒരു ടി വി ഉണ്ടാക്കി, കമ്പ്യൂട്ടർ ഉണ്ടാക്കി, അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ല ജോൺ ചേട്ടാ, അല്ലാതെ അല്ലല്ല, പ്രോബ്ലം ഉണ്ട്. അതെങ്ങനെ ഉണ്ടായി? അങ്ങനെ ഉണ്ടാവാണ്ട് കാണുന്നതെല്ലാം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇവിടെ ഉള്ളതുണ്ട്. ഇല്ല. ആ ഉള്ളതാണ് പ്രപഞ്ചം, ഉള്ളതാണ് ഭൂമി, ഉള്ളതാണ് ഗ്രഹങ്ങള്, ഉള്ളതാണ് നക്ഷത്രങ്ങള്. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. അത് ഉണ്ടായതെന്നുള്ള ചോദ്യം എന്തിനാ ചോദിക്കണേ? അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിലേ അല്ലല്ല, ബോധ്യമാണ് വേണ്ടത്. കേക്ക് ആ ബോധ്യമില്ല. ഇതിന്റെ ബോധ്യം വേണം. ഇവിടെ എന്നെ വിശ്വാസം പദം ഉപേക്ഷിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബോധ്യല്ലേ? അല്ല, ബോധ്യം എന്നുള്ളതല്ല, ബോധ്യം അനുഭവം. അത് പറയും അനുഭവം. എന്റെ അനുഭവം എന്ന് പറഞ്ഞാല് ബോധ്യത്തിൽ വിശ്വാസത്തിന്റെ ഭാഗങ്ങളാ. എന്റെ അനുഭവം, അനുഭവം, എന്റെ അനുഭവത്തില്, എന്റെ അറിവില് ഈ പ്രകൃതി ദൈവം സൃഷ്ടിച്ചതാണ്. അതിനെ ഞാൻ ഗണ്ഡിക്കാണല്ലോ ചെയ്യുന്നേ. ഇത് എന്റെ അനുഭവം അല്ലേ? അല്ലാന്ന് എന്റെ അനുഭവം അല്ലേ? അത് അനുഭവമല്ലല്ലോ, അത് അനുഭവമല്ലല്ലോ. അത് മനസ്സിൽ തോന്നുന്ന ഒരു വെണ്മയാണത്. അതായത് ഉണ്ടായതാണത്. മനസ്സിൽ തോന്നി ഒരു എന്റെ അറിവ് വെച്ച് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്ത് ദൈവം ഉണ്ടെന്ന്? ദൈവമുണ്ട്. ദൈവം ഇല്ലാന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ ദൈവം ഉണ്ടെന്ന് എന്തിനു ജോൺസേട്ടൻ വാദിക്കുന്നു? ഞാൻ ഇല്ലാന്ന് വാദിക്കുന്നില്ലല്ലോ. അതെന്താ കാണിച്ചാലേ, നമ്മൾ ഈ ലോകത്തിലെ ഓരോ സംഭവ വികാസങ്ങള്, ഈ സംഭവ വികാസങ്ങൾ നമ്മൾ കാണുമ്പോ ഒരു സൃഷ്ടാവ് കംപ്ലീറ്റ് കാര്യങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിലെന്താ പ്രശ്നം അറിയോ? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് ഇവിടെ എന്നുള്ളതാണ്. ഒരു കാലത്തും അത് ഇല്ലാതാകുന്നില്ല. സയൻസിന് പറ്റിയ പിഴവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര കോടി കൊല്ലം കഴിയുമ്പോ സൂര്യൻ ഇല്ലാതാകും. അല്ലെങ്കിൽ അത് ഒരു കാലത്ത് ഇല്ലാത്തതായിരുന്നു, പിന്നീടുണ്ടായ. അത് കാലം എന്തിനാ നിശ്ചയിക്കണേ? ഈ പ്രപഞ്ചത്തിന് എന്തിനാ കാലം? പ്രപഞ്ചത്തിന് കാലം ഇല്ലല്ലോ, തീയതി ഇല്ലല്ലോ, ഡേറ്റ് ഇല്ലല്ലോ, സമയമില്ലല്ലോ. പ്രപഞ്ചത്തിന് കാലവും ഡേറ്റും സമയമൊന്നുമില്ല. അത് ഈ ഭൂമിക്ക് മാത്രം. ഭൂമിക്കും ഭൂമിയെ പോലെ ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായ സമയവും ഡേറ്റും കാലങ്ങളുണ്ട്. അതേ ഉള്ളൂ. അല്ല, നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോ ഇതെല്ലാം പെടുന്നതാണല്ലോ. ഈ എല്ലാ ഗ്രഹങ്ങളും, ഈ ഗാലക്സി എല്ലാം പെടുന്നതാണ്. എല്ലാ ഗ്രഹങ്ങളും സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്. എല്ലാ ഗ്രഹങ്ങളും സ്വതന്ത്രം. ഞാൻ പറയട്ടെ, ശാസ്ത്രം നമ്മൾക്ക് പലതും പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ജോൺസന്റെ കഴിഞ്ഞിട്ടെ, ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിന് ജോൺസന്റെ കയ്യിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അനുഭവമല്ലോ. വരട്ടെ എന്തെങ്കിലും അനുഭവം. ശാസ്ത്രം പറയുന്നുണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന്, അല്ലെ? ശാസ്ത്രം പറയുന്നുണ്ട് ഭൂമി ഉരുണ്ടതാണ്. ശാസ്ത്രം അതിന് കുറെ തെളിവുകൾ തരുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇതൊക്കെ 500 കൊല്ലത്തെ ഇപ്പുറത്തുള്ള മനുഷ്യൻ മാത്രമേ ഇത് പഠിച്ചിട്ടുള്ളൂ. ഇതിന് മുൻപുള്ള മനുഷ്യർ നമ്മളെ ഒരു എക്സാമ്പിൾ, ഈ ബൈബിൾ എഴുതിയിട്ട് ബൈബിളിലേക്ക് പോകട്ടെ. അതല്ല കേക്ക്, നമ്മൾ ചിന്തിക്കുന്ന പ്രപഞ്ചത്തെ കുറിച്ചാണ്. നമ്മൾ പ്രപഞ്ചം എവിടെ നിന്ന് ഉത്ഭവിച്ചു, പ്രപഞ്ചം എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു ഉത്ഭവം ഉള്ളതല്ല. ഇതല്ല നെൽസൺ. നമുക്ക് ഞാൻ ഒരു കാര്യം പറട്ടെ, നമ്മൾ കാലത്ത് എനിക്കിനു നമ്മള് ഒരു ദിവസം ജനിച്ചു പോയി, ഇനി വൈകുന്നേരം വരെ ജീവിച്ച് മരണം വരെ ജീവിച്ചു പോകണമെന്നുള്ള അവസ്ഥയിലുള്ളൂ. അതിന്റെ ഇടയിൽ ഇതിനെ പറ്റി ഒന്നും അന്വേഷിക്കുന്ന കാര്യമില്ല, ആവശ്യമില്ല. ബിസിനസ് ചെയ്യുന്നു, വൈകുന്നേരം ആകുന്നു, നേരം വെളുക്കുന്നു, ഇതൊന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ അപ്പൊ പിന്നെ ഈ ദൈവം എന്നത് എന്തിനാ സൂക്ഷിക്കണേ? ദൈവത്തിന് ആവശ്യമില്ല. ഇത് ബിസിനസ് നടത്തി ജീവിച്ചാ പോരെ. ഈ ദൈവത്തിന് എന്തിനാ ഉള്ളിൽ പേരണേ? എന്ത് കാര്യം അതിന്റെ പോയിന്റ് പറഞ്ഞുതരാം. ഈ ലോകത്തിൽ ഓരോ സംഭവങ്ങളും നടക്കുന്നതിന്റെ കാര്യകാരണ ഈ സൂര്യൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ദിവസം ഉണ്ടാക്കി തരുന്നുണ്ട്, അല്ലെ? രാത്രിയും പകലും ഉണ്ടാക്കി തരുന്നുണ്ട്. ഈ സൂര്യൻ രാത്രിയും പകലും ഉണ്ടാക്കുന്ന ഒരു ദിവസം ഇല്ലാണ്ടാവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അത് ഒരു കാലത്ത് ഇല്ലാത്തതായിരുന്നില്ല. അതിന് കാലമില്ല. സൂര്യൻ എന്ന് പറയുന്നതിനോ, ഭൂമി എന്ന് പറയുന്നതിനോ, 9 ഗ്രഹങ്ങൾ എന്ന് പറയുന്നതിനോ, നക്ഷത്രങ്ങൾ എന്ന് പറയുന്നതിനോ ഒന്നും കാലമില്ല. നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോ കുഞ്ഞി സാധനമല്ല, അതൊക്കെ സൂര്യനെ പോലെ. അതൊക്കെ ഇവര് പറയുന്ന ശാസ്ത്രം പറയുന്നതല്ലേ, അല്ലെ? ജ്യോതിശാസ്ത്രം പറയുന്നതല്ലേ. ഇതിന് നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിനൊക്കെ എന്ത് ബോധ്യമാണുള്ളത്, എന്ത് തെളിവാണ്, എന്ത് അനുഭവമാണുള്ളത്? ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിന് പോലും ഒരു അനുഭവവും ഇല്ല. ജോൺസേട്ടൻ കാണുമ്പോ ഈ ഭൂമി ഉരുണ്ടതാണോ? അങ്ങനെയല്ലോ നമ്മൾ നിൽക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ 3-4 ചോദ്യം ചോദിക്കട്ടെ. അല്ല, ഇതെന്താ കാര്യം അറിയാം? ഇത് നെൽസൺ എന്ന് വെച്ചാലേ ഫിക്സഡ് ആയിട്ട് നെൽസൺ ഇങ്ങനെ ഇതിങ്ങനെ പഠിച്ചു പോകുന്നു. ഞാൻ 2-3 ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിച്ചു, അറിയാലോ. അവിടെ നിൽക്ക്. ഇല്ല, ആ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. ഒളിച്ചോടല്ല ഞാൻ പറയണേ. ഇതല്ല, ഇത് കേക്ക്. ഇതല്ല,
അപ്പൊ നമ്മളിപ്പോ ഇന്ത്യ എന്ന് പറഞ്ഞത് ഇന്ത്യ ആയത് എങ്ങനെയാ? അതൊക്കെ പോട്ടെ, അത് അപ്പൊ എന്ന് പറഞ്ഞു അതല്ലല്ലോ നമ്മുടെ ചോദ്യം. നമ്മളുടെ വിഷയം കിടക്കുന്ന ഇന്ത്യയാണോ അമേരിക്കയാണോ അല്ലെങ്കിൽ ഏത് പാകിസ്ഥാനാണോ? ആൾക്ക് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേ നമ്മൾ ഈ ചോദ്യം അർത്ഥമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഉദാഹരണ എക്സാമ്പിൾ പറഞ്ഞാലാണ് അത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ എന്താ പ്രശ്നം എന്നറിയോ? ഉം. ജോൺ ചേട്ടൻ ഉം. ജീവിതത്തിൽ ഒരിക്കലും ദൈവം എന്താണെന്നതിനെ കുറിച്ച് ഉം. കലശമായി ചിന്തിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യം വന്നില്ല. പക്ഷെ എന്നിട്ട് കൊണ്ട് പറയാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ഇത് വിശ്വസിക്കുന്നു. കേക്ക് നെൽസന് പിതാവുണ്ടോ? എനിക്ക് പിതാവുണ്ടോ മാതാവുണ്ടോ അതല്ല. വിഷയത്തിൽ ബന്ധമല്ല. അതല്ലാന്ന് നെൽസൺ തനിയുണ്ടായതാണോ? അതായത് അല്ല, ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യത്തിന്റെ ബീജത്തിൽ നിന്നുണ്ടാകുന്നത് പോലെ കേക്ക് എന്തെങ്കിലും ഒരു ബീജത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വെറുതെ പറഞ്ഞപ്പോ ദൈവം നെൽസൺ തനി ഉണ്ടായതാണോ? അതെന്തിനാ അങ്ങനെ ചോദ്യം ഇതല്ലാന്ന്. ഇതേപോലെ നെൽസൺ പറയണ ഞാൻ തനിയുണ്ടായതാണെന്ന് പറഞ്ഞതാ എങ്ങനെ ശരിയാവാ എന്ന് പറഞ്ഞ പോലെ ഇരിക്കുകയാണോ എന്ന ചോദ്യം വേണ്ട. ഞാൻ ഇരിക്കുകയാണ്. നെൽസനെ ഇതേപോലെ നെൽസൺ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് കേക്ക് വിശ്വാസം ഞാൻ വേണ്ടാന്ന്. അതിനാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ വിഷയം അല്ല, അത് നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞാലേ. അപ്പൊ നമ്മളിത് ചോദിക്കുമ്പോ നെൽസൺ മാതാപിതാക്കളും ഞാൻ ഉണ്ടായതാണ്, ഞാനാണ് പ്രകൃതി, ഞാൻ തനിയെ ഉണ്ടായതാണ്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെ എന്റെ ജോൺസേട്ടൻ ഞാൻ ഇവിടെ സമർത്ഥിക്കുന്ന കാര്യം ഉണ്ടായതെന്ന് ആവർത്തി പറയാതിരിക്കേ. ഉള്ളത് നമ്മൾ ഉണ്ടായതാണ്, മനുഷ്യൻ ഉണ്ടായതാണ്. ഇല്ല, നെൽസൺ പറയുന്ന പോലെ നെൽസൺ തനിയെ അങ്ങനെ ഉണ്ടായതല്ല. അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. അതായത് എന്താ ഇതിന്റെ പ്രോബ്ലം എന്നറിയോ? ഈ പ്രപഞ്ചം ഉണ്ടായതാണെന്ന് തോന്നുന്നതിന്റെ കാരണം എന്താ വെച്ചാല് എല്ലാത്തിനും ഒരു ഉത്ഭവം വേണമെന്ന ഒരു മണ്ടത്തരം നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ച് വെച്ചിരിക്കാം. അല്ല, ഇങ്ങനെ കരുതാൻ മതി. എനിക്ക് ഇത്രേ അറിവുള്ളൂ. അല്ല, എന്റെ അറിവ് ഇത്രേ ഉള്ളൂ. അജ്ഞത കൊണ്ടും ഭയം കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അതിന് ഓരോരുത്തർക്ക് ഒരു എക്സാമ്പിൾ ഉണ്ട്. ദൈവം എന്ന് പറഞ്ഞ കാഴ്ച പല ആൾക്കും നമ്മൾ ഈ ദൈവം എന്ന് പറഞ്ഞല്ലോ. അത് രണ്ട് കാരണമുള്ളൂ. പല ആളുകളില്ല. ഏത് മനുഷ്യന്റെയും ദൈവവിശ്വാസം, അത് ഐൻസ്റ്റീൻ ആയാലും ഗലീലിയോ ആയാലും ന്യൂട്ടൺ ആയാലും അരിസ്റ്റോട്ടിൽ ആയാലും അത് സോക്രട്ടീസ് ആയാലും നീഷ ആയാലും സാർത്തർ ആയാലും ഹെഗൽ ആയാലും നമ്മുടെ മോദി ആയാലും അല്ലെങ്കിൽ പിണറായി വിജയനായാലും ഇവർക്കൊക്കെ തന്നെ ഈ ഇത് വേണ്ടി വന്നത് ഒന്ന് ഭയം. എന്തിനു ഭയപ്പെടുന്നു? അവർക്ക് അറിഞ്ഞുകൂടാത്തതിന് അവർ ഭയപ്പെടുന്നു. ഏത് അറിഞ്ഞുകൂടാത്തതിന് ഭയപ്പെടുന്നു? എന്തിന് അറിയാത്ത? ഭൂമി കാണുമ്പോ എന്തിനു ഭൂമിനെ കാണേണ്ട ആവശ്യം? ഇപ്പൊ ഒരു പാറ്റ ജീവിക്കുന്നുണ്ട്, ഉറുമ്പ് ജീവിക്കുന്നുണ്ട്. പാറ്റയും ഉറുമ്പും പോലെയല്ല മനുഷ്യൻ, അവന് മനസ്സുണ്ട്. ഇത് അവര് കാലത്തേറ്റ് അവരെ ഇര തേടി ഭക്ഷണം കഴിച്ച് അങ്ങനെ എന്ന് പറഞ്ഞ പോലെയല്ലേ മനുഷ്യന്? അങ്ങനെ തന്നെയല്ലേ? അല്ലാതെ എന്താ? അതെ, വിശേഷ ബുദ്ധിയുണ്ട്, പുരോഗതി. നമ്മളെ ഞാൻ പറഞ്ഞ ആന്തമാനില് ജീവിക്കുന്ന ആളുകൾ, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജീവിക്കുന്നതാണ്. അവര് ഒരു മൃഗത്തിനെ വേട്ടയാടി തിന്ന് കുടിച്ച് അവര് വേറെ കാര്യമൊന്നും ചിന്തിക്കുന്നില്ല. അതെ, മനുഷ്യൻ ഇത് പുരോഗതി വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഇത്ര പുരോഗതി വന്നിട്ടും മനുഷ്യൻ മണ്ടനായിട്ടല്ല ഇരിക്കുന്നത് വിശ്വാസത്തിന്റെ കാര്യത്തില്. അതെല്ലാ ആളുകളും അങ്ങനെയല്ല, ഓരോരുത്തർക്കും. അല്ലല്ല, ഐൻസ്റ്റീൻ മണ്ടനായിരുന്നു. കാരണം എന്താ? അയാളൊരു ദൈവവിശ്വാസിയായിരുന്നു. അല്ല, ഐൻസ്റ്റീൻ ദൈവവിശ്വാസിയായിരുന്നു. ഇന്നിപ്പോ ട്രംപ് ദൈവവിശ്വാസിയാണ്. ചെവിട്ടിക്കൂടെ വെടിയുണ്ട പാഞ്ഞപ്പോ ദൈവത്തിനെ വിളിച്ചേ അല്ലെ? അപ്പൊ അവരും ദൈവവിശ്വാസിയാണ്. അപ്പൊ ദൈവവിശ്വാസത്തിന്റെ രണ്ട് കാരണങ്ങൾ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഭയാണ്. അത് പറയാൻ പറ്റില്ല. എനിക്ക് ഭയം കൊണ്ടല്ല ഞാൻ ജോൺസണിന് ഭയം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഭയമില്ല, ദൈവത്തിന് പേടിയില്ലേ?